പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോൺപേയിൽ ATM ഡെബിറ്റ് കാർഡ് ഇല്ലാതെ എങ്ങനെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വഴി നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത്. കേവലം ഒരു ആധാർ കാർഡ് കൊണ്ട് മാത്രം തന്നെ നമുക്ക് ഫോൺപേയിൽ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത് ഓൺലൈനായി പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൂടിയും ചെയ്തു വെക്കുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. സോ നമുക്ക് അതുവഴി മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, 91mobiles.com പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണ് നിങ്ങളിവിടെ കാണിക്കുന്നത്. ആധാർ കാർഡ് ടു മേക്ക് പേയ്മെന്റ് ഓൺലൈൻ. ഓക്കെ, ഇപ്പോൾ UPI പിൻ യൂസിങ് ആധാർ കാർഡ് മേക്ക് പേയ്മെന്റ് ഓൺലൈൻ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആധാർ കാർഡ്, കേവലം ഒരു ആധാർ കാർഡ് കൊണ്ട് തന്നെ നമുക്ക് UPIയുടെ പിൻ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ കുറച്ച് ബാങ്ക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബാങ്കിന് അവൈലബിൾ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കുറച്ച് മുമ്പിട്ട പോസ്റ്റാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം ബാങ്കുകളും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് ഫോൺപേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ഈ ഒരു പേജിലോട്ട് എത്തുന്നതായിരിക്കും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫോൺപേ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓപ്പൺ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കംപ്ലീറ്റ് പ്രൊസീജിയേഴ്സ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മൊബൈൽ നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത്. ആ ഒരു മൊബൈൽ നമ്പർ നിങ്ങൾ 10 ഡിജിറ്റ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാം. അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ കൊടുക്കുന്ന മൊബൈൽ നമ്പർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കണം മസ്റ്റ് ആയിട്ട്. അതുപോലെ തന്നെ SMS ബാലൻസ് ഒക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്പർ കൊടുത്ത് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് OTP വരുന്നതായിരിക്കും. OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ ഒരു വിൻഡോയിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മുകളിലായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺസ് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മുകളിലായിട്ട് ടോപ്പിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ബാങ്ക് അക്കൗണ്ട് കാണാൻ സാധിക്കും. നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബാങ്ക് ഏതാണോ അത് നിങ്ങളിവിടെ ലിങ്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ബാങ്ക് ലിങ്ക് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ അത് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ പറയാൻ പോകുന്ന ട്രിക്ക് എന്ന് പറഞ്ഞാൽ ആധാർ കാർഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ UPI പിന്നൊക്കെ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നേരെ നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം UPIയുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും, ഭീം UPI എന്നൊക്കെ പറഞ്ഞിട്ട്. ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അപ്പം ഇതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ്ലി ലിങ്കാണ്, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇത് അപ്ഡേറ്റ് ചെയ്യാം. അതിനുശേഷം ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ കറക്റ്റ് വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, വീഡിയോ കണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾക്ക് മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് നമ്മൾ ഫോൺപേ രജിസ്റ്റർ അതേപോലെ തന്നെ ഒരു മാറ്റമില്ല. ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മെയിൻ വിൻഡോയിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് മുകളിലായിട്ട് ടോപ്പിലായിട്ട് നിങ്ങളുടെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ സ്ക്രീനിൽ ലൈവായിട്ട് നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അതിനുശേഷം താഴെ കാണുന്ന ആ പ്ലസ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ബാങ്ക് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. ബാങ്ക് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ബാങ്ക് ഏതാണോ ആ ബാങ്ക് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, SBI ആണെങ്കിൽ SBI എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ കാനറ ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ കാനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഏത് ബാങ്കാണോ അത് നിങ്ങളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ബാങ്ക്സ് എന്തായാലും മസ്റ്റ് ആയിട്ട് ഇതിലുള്ള ബാങ്ക്സിൽ ആധാർ കാർഡ് വെച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കൂടുതൽ ബാങ്കുകളും വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. സോ ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം.
ഇതിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, അതുപോലെ തന്നെ കോമേഴ്സ് കോർപ്പറേറ്റ് ബാങ്ക്, ഇൻഡസ്ട്രിയൽ ബാങ്ക്, കേരള ഗ്രാമീണ ബാങ്ക്, കാനറ ബാങ്ക്, കർണാടക ബാങ്ക് ഗ്രാമീണ ബാങ്ക്, ഇങ്ങനെ തുടങ്ങി പഞ്ചാബ് സൈൻ ബാങ്ക്, അങ്ങനെ തുടങ്ങിയ പല ബാങ്കുകളും ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ഇതിൽ വരിക. ഓക്കെ, BM UPI നിങ്ങൾ ഈ ആപ്ലിക്കേഷന് വരാം. അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് ഏതാണോ ആ ബാങ്ക് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇല്ല, പഞ്ചാബ് സിന്ധി ബാങ്ക് ആണുള്ളത്. അപ്പം ഞാൻ പഞ്ചാബ് നാഷണൽ ബാങ്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ താഴെ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡെബിറ്റ് കാർഡ് ഉണ്ട്, ആധാർ കാർഡ് ഉണ്ട്. സോ നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുന്നത് ആധാർ കാർഡാണ്. ആധാർ കാർഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത ശേഷം പ്രൊസീഡ് എന്ന ബട്ടൺ താഴെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴെ കാണുന്ന പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ UPIയുടെ പിന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അവിടെ പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ആദ്യത്തെ ഫസ്റ്റത്തെ 6 ഡിജിറ്റ് ഓഫ് ആധാർ കാർഡ് നമ്പറാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓരോ ബാങ്കിലും വ്യത്യസ്ത രീതിയിലാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റത്തെ 4 ഡിജിറ്റ് എൻ്റർ ചെയ്യാനേക്കാരും പറയാം, അല്ലെങ്കിൽ ഫസ്റ്റത്തെ 6 ഡിജിറ്റ് എൻ്റർ ചെയ്യാനേക്കാരും വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏതാണോ അവിടെ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് നമ്മളിവിടെ ഫസ്റ്റത്തെ 6 ഡിജിറ്റ് ഓഫ് ആധാർ കാർഡ് നമ്പർ ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ലൈവായിട്ട് കാണിക്കുന്നില്ല, ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, പിന്നീട് നിങ്ങൾക്ക് UPIയുടെ പിന്ന് സെറ്റ് ചെയ്യണം. 4 ഡിജിറ്റ് UPIയുടെ പിന്ന് നിങ്ങൾ സെറ്റ് ചെയ്യുക, അത് കൺഫേം ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ UPIയുടെ പിന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോൺപേയിലെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഉള്ളൂ. അപ്പൊ അത്രയേ ഉള്ളൂ പ്രൊസീജിയേഴ്സ്. അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുക, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ Instagram ഫോളോ ചെയ്യാത്തവണെങ്കിൽ തീർച്ചയായിട്ടും Instagram ഫോളോ ചെയ്യുക. അതുപോലെ വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്ത് വെക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ Instagram വഴി ജസ്റ്റ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പ്രോബ്ലവും ഫിക്സ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഫോൺപേ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഇവിടെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നിങ്ങളും ഇതുപോലെ ചെയ്യുക. നിങ്ങളുടെ ബാങ്ക് ഏതാണോ ആ ബാങ്ക് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഇതിലെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യുക. ഫോൺപേയിൽ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അവിടെ UPIയുടെ പിന്ന് സെറ്റ് ചെയ്യാനായിട്ട് കാർഡിന്റെ നമ്പർ ചോദിക്കുകയില്ല. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും. പല ആളുകളും ഡെബിറ്റ് കാർഡ് ഇല്ലാത്തത് കൊണ്ട് ഫോൺപേയും ഗൂഗിൾ പേ ഒക്കെ തുടങ്ങാൻ വളരെയധികം റിസ്ക് ചെയ്യുന്ന പല വ്യക്തികളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആധാർ കാർഡ് മാത്രം കേവലം ഒരു ആധാർ കാർഡ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.